സത്യത്തില് സ്ത്രീകൾക്ക് ഏറ്റവും ഫേവറബിൾ ആയ ഒരു റിലീജിയൻ ആണ് ഇസ്ലാം മതം എന്നാണ് ഞാൻ എന്റെ ചെറുപ്പകാലത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ളത് മാത്രമല്ല, പുതിയ പുതിയ ഗുണാഷ്ടിഫിക്കേഷൻ ഒക്കെ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് സ്ത്രീകളെ ആക്രമിക്കുന്ന ഒരു രീതിയാണ് ഇസ്ലാം ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ചുമ്മാ പറയണെന്നാണ്, ചുമ്മാതെയൊന്നുമല്ല. ഒരു പൊട്ടക്കള്ളം, അതായത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്രയും നിലയിലുള്ള ഒരു വലിയ കളവാണ് ഇയാള് ഇരുന്നുകൊണ്ട് അത് സത്യമാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നത്. എന്താണെന്നല്ലേ, മൂക്കുത്തിയാണ് പ്രശ്നം. ഞാൻ മൂക്കുത്തിയിട്ടുണ്ട്. ഈ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇതൊക്കെ ഇസ്ലാമിക രാജ്യമാണെന്നുള്ളത് തർക്കമില്ലല്ലോ. അവിടെയൊക്കെ വിവാഹശേഷം മൂക്ക് കുത്തി കൊടുക്കുക ഒരു പതിവാണ്. അതെന്തിനെന്നറിയാമോ? ഇവിടെ നമ്മൾ ഈ താലി ചാർത്തിക്കൊണ്ട് നടക്കുന്നില്ലേ, അതിന്റെ മറ്റൊരു സിംറ്റലാണ് അവിടെ. മൂക്ക് കുത്തിയ പെണ്ണാണെങ്കിൽ അവൾ വിവാഹിതയാണ് എന്നാണ് ഒരിത്. അതുപോലെ തന്നെ തമിഴ്നാട് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മെറ്റി അണിയും, കാലില് മിഞ്ചിയോ പിഞ്ചിയോ അങ്ങനെ എന്തൊക്കെയാ പറയും, മെറ്റി എന്നൊക്കെയാണ് പറയുന്നത്. ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ, നെറ്റിയിൽ സിന്ദൂരക്കുറി കണ്ടു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം ഷീസ് മാരീഡ് ആൻഡ് ഷീസ് കമ്മിറ്റഡ് ടു സമ്മൺ. അപ്പൊ അങ്ങനെ ഒരു സൈൻ ആയിട്ട് തന്നെയാണ് ഈ മൂക്കുകുത്തിയെ കണക്കാക്കുന്നത്. ചിലർക്ക് ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ മൂക്ക് കുത്തുന്നത് ഹറാമാണെന്നാണ് ഈ ഹറാം പറഞ്ഞവൻ പറയുന്നത്. എന്നാൽ ഹറാം പറഞ്ഞവന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടാലോ? കേൾക്കാം. മൂക്ക് കുത്താന് ഞങ്ങൾ ചെവി കുത്തുന്നുണ്ട്, അതുപോലെ മൂക്ക് കുത്തിയിട്ട് ഈ ചെറിയ മൂക്കുത്തി ഇടുന്നത് അനുവദനീയമാണോ? ഞങ്ങളുടെ ഫ്രണ്ട്സുകൾ അങ്ങനെ ഇടാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പല സ്ഥലത്തും പോകുമ്പോൾ ആ നാട്ടിലെ സ്ത്രീകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. എന്താണ് ഞങ്ങൾക്ക് ചെയ്യുന്നത് കുഴപ്പമുണ്ടോ എന്ന് ചില സഹോദരിമാർ ചോദിച്ചിട്ടുണ്ട്. വിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമം, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഷാഫിഈ മദ്ഹബുകാരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിപ്പിച്ചു നൽകപ്പെട്ടിട്ടുള്ള, നമ്മുടെ ഉലമാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള നിയമമനുസരിച്ച് ഫതുഹുൽ മുഈൻ ആണ് ഷാഫിഈ മദ്ഹബിന്റെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒരു ഗ്രന്ഥം. ആ ഫതുഹുൽ മുഈനിൽ കാണാം, വഹറുമ തസ്തീബു അൻഫി മുത്ലഖൻ. ഒരു സ്ത്രീ ആവട്ടെ, പുരുഷനാവട്ടെ, ചെറിയ കുട്ടിയാവട്ടെ, വലിയ കുട്ടിയാവട്ടെ, ആ കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ, എല്ലാവർക്കും ഹറാമാണ്, ചെയ്യാൻ പാടില്ല എന്ത്? മൂക്ക് കുത്തുക എന്നുള്ളത്. ആ നിരുപാധികം അങ്ങനെയാണ്, മൂക്ക് കുത്താൻ പാടില്ല. അതിന്റെ പറയുന്നത് മൂക്ക് കുത്തുക എന്ന് പറഞ്ഞ ഈ അടുത്തുണ്ടായ ഒരു സംസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ എന്തുണ്ട്? സ്ത്രീകൾ കാതു കുത്തുന്ന പരിപാടിയുണ്ട്. അതുപോലെ വളയിടുന്നു, മാലയിടുന്നു, പാദസരമിടുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ മൂക്ക് കുത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വടക്കേന്ത്യയിലെ ചില സ്ത്രീകൾ, ചില സംസ്ഥാനത്തിലെ ചില ആളുകൾ, അവരുടെ ഒരു ആചാരമാണത്. അതിങ്ങനെ കടമായി കടന്ന് നമ്മുടെ ഇപ്പൊ കേരളത്തിലൊക്കെ വ്യാപകമായി വരുന്നുണ്ട്. അവർ ചെയ്യുന്നു എന്ന് വെച്ച് അവരുടെ ആചാരമാണ് അത് എന്ന് വെച്ചത് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് നമ്മളതൊരു കാര്യമായി ചെയ്യുന്നത് പാടില്ലാത്തതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുസ്ലിം സ്ത്രീകളും ഒരുപാട് പേര് മൂക്ക് കുത്തുന്നുണ്ട്. പക്ഷെ മുസ്ലിം സ്ത്രീകൾ ഇനി വ്യാപകമായി മൂക്ക് കുത്തി എന്ന് പറഞ്ഞാലും, എല്ലാവരും മൂക്ക് ഐക്യകണ്ഠേന കുത്തി എന്നാലും ഈ ഹറാമായ കാര്യം അത് ഹലാലാകൂല. അതുകൊണ്ട് ഫതുഹുൽ മുഈൻ ഉൾപ്പെടെ ഇആനത്തു ത്വാലിബിൻ ഉൾപ്പെടെയുള്ള കിതാബുകളിൽ വ്യക്തമായി പറഞ്ഞു തരുന്നു. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വ്യക്തമായി നമുക്ക് എഴുതി തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്, അത് പാടില്ലാത്തതാണ്, അത് ഹറാമായ കാര്യമാണ്. പിന്നെ മൂക്ക് കുത്തിയാലും ഇല്ലെങ്കിലും അന്യപുരുഷന്മാരുടെ മുന്നിൽ മുഖം ഔറത്താണ് മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് അതിന് മൂക്ക് കുത്തിയാലും ഇല്ലെങ്കിലും മുഖം പ്രദർശിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മൂക്ക് കുത്താൻ പാടില്ല. അതാണ് ഈ വിഷയത്തിൽ ഫതുഹുൽ മുഈൻ ഉൾപ്പെടെയുള്ള കിതാബുകളിൽ നിന്നും എനിക്ക് എൻ്റെ ഉമ്മമാരോട്, സഹോദരിമാരോട് പറഞ്ഞു തരാൻ ഉള്ളത്. ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന് പാടില്ല എന്നും മറ്റൊരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് വേണ്ടിയിട്ട് വീട്ടിൽ മൂക്കുകുത്തി ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതിൽ പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട്, അതായത് മൂക്ക് കുത്താതെ ഇങ്ങനെ മൂക്കിൽ പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള അങ്ങനെയുള്ള ഓർണമെന്റ്സ് ധരിക്കാം എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അല്ലാഹു ആലം. എല്ലാം കൂടെ പിടിച്ച് നല്ല കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടിട്ടിട്ട് അവിടെ ഇട്ടങ്ങിട്ട് അവിയല് പരുവമാക്കി വരി ഉടച്ചങ്ങ് വിട്ടുകൊടുക്കണം. ആ കാലഘട്ടത്തിൽ മൂക്കുകുത്തിയെ പറ്റി മെൻഷൻ ചെയ്യാനോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇതിടാമോ അടയിടാമോ അങ്ങനെ ഒന്നും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. എന്റെ ചെറുപ്പകാലത്ത് എന്നെ പഠിപ്പിച്ചിരുന്നത് നമ്മൾ ഒന്നും നിർബന്ധിക്കാൻ പാടില്ല എന്നാണ്. നിർബന്ധവശാൽ അവരെ കൊണ്ട് ഒന്നിന് നിർബന്ധമാക്കപ്പെടൽ ഇല്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നിസ്കാരം 40 ദിവസത്തിലൊരിക്കൽ മുടി വെട്ടണം, തടി വെട്ടണം, മുടികളും നഖങ്ങളും ഒക്കെ വെട്ടിക്കളയണമെന്നാണ് പറയുന്നത്. ഇവന്മാര് താടി വെച്ചുകൊണ്ട് നടക്കുന്നത് 40 ദിവസത്തിന് മുകളിലും ഈ താടി അവിടെ തന്നെ ഉണ്ടാവും. ട്രിം ചെയ്യുന്നതല്ലാതെ ഇത് പ്രത്യേകിച്ച് ചിലവന്മാർ ഇത് ഇങ്ങനെ ഊശാൻ താടിയായിട്ട് വളർത്തിക്കൊണ്ട് നടക്കുന്നുണ്ടാകും.
അങ്ങനെയെങ്കിൽ 40 ദിവസത്തിൽ മുടി വെട്ടാത്ത, നഖം വെട്ടാത്തവൻ ഇസ്ലാമിലല്ല, അത് ഹറാമാണ് എന്ന് പറയുന്ന ജിന്നെ, ഇവന്മാർക്ക് ഇതൊക്കെ കുഴപ്പമില്ലേ? ഇവന്മാർ ഈ പെണ്ണുങ്ങളുടെ സുനായി നോക്കി നടക്കണ എന്താന്തോ. എവിടെയും സ്ത്രീകളുടെ സർക്കംസേഷൻ ഈ പറയുന്ന കുത്തുപുസ്തകത്തിലില്ല. കുത്തുപുസ്തകത്തിൽ ആണുങ്ങളുടെ സർക്കംസേഷൻ ഇല്ല, FGM ഇല്ല, മറ്റതുമില്ല. പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അതായത് ഇവർ ഓരോ തവണ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നതാണ്. സ്ത്രീയെ ഒരു കാരണവശാലും പുറത്തേക്ക് വിടാതെ, അല്ലെങ്കിൽ അവരുടെ അടിമ ജീവിതത്തിൽ നിന്ന് അവർ എന്തെങ്കിലും രീതിയിലൊരു മോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒന്നും വിടാതെ പിടിച്ചങ്ങട് വെക്കുക എന്നുള്ളതിന് ഓരോരോ സൊല്യൂഷൻസ് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. പൊട്ടു വെച്ചിട്ടാണ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ കുട്ടികളെ വീട്ടിലേക്ക് ആനയിച്ചു കൊടുക്കുക. അതായത് വിവാഹശേഷം നെറ്റിയിൽ സിന്ദൂരം, ഇവിടെയല്ല ഇവിടെ സിന്ദൂരം വെച്ചാണ് അവർ വീട്ടിലേക്ക് കയറ്റുന്നത്. അത് അവരുടെ ചടങ്ങാണ്. ഇവിടെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? പൊട്ടു വെച്ചാൽ ത്രിശൂലം കുത്തി കയറ്റു അത്രേ. എവിടെയാണെന്നറിയാമോ? നരകത്തിൽ ചെല്ലാൻ വിടുന്നു. നരകത്തിൽ പിന്നെ ചുട്ടു തിന്നലും പുത്ത് തിന്നലും കുത്തു തിന്നലും ഒക്കെ ഉള്ളൂ. എന്തായാലും കുത്തുപുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഈ പൊട്ടൻ പറഞ്ഞിട്ടുള്ളത്. പൊട്ടൻ പറയുമ്പോൾ തന്നെ പൊട്ടനിക്ക് മനസ്സിലായിട്ടുണ്ട്, കുത്തുപുസ്തകത്തിൽ ഇല്ലാത്തൊരു കാര്യമാണല്ലോ, അതിപ്പോ എങ്ങനെ ഒപ്പിക്കും? ആ കാലഘട്ടത്തിൽ മൂക്കുകുത്തി എന്ന അത് അന്യമതസ്ഥന്റെ ആചാരങ്ങളാണ് എന്നാണ് പറയുന്നത്. ഒരു ചോദ്യം, മഹർ കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്രയോ ഇസ്ലാം സ്ത്രീകൾ താലിമാല ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്. താലിമാല വെച്ചിട്ട് തന്നെയാണ് പല കോലങ്ങളും കാണിക്കുന്നത്. ഇത് നിങ്ങളുടേതാണോ? താലി കെട്ടുന്ന ചടങ്ങ് നിങ്ങളിലുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. വാപ്പായും മരുമോനും കൂടെ ചേർന്ന് നിന്ന് കുത്തുപ ഓതുമ്പം കല്യാണമായി. പെണ്ണിന് അതിനകത്ത് വലിയ റോളൊന്നുമില്ല. ഹലാലാണോ ഹറാമാണോ കുബൂലാണോ എന്ന് പോയി ചോദിക്കും. പെണ്ണിന് പകരം അവിടെ ഇരിക്കുന്ന വേറെ ഏതെങ്കിലും തള്ളയിരുന്നുണ്ട് മൂളിക്കഴിഞ്ഞാൽ കുറുമായി, അതായത് കുബൂലായി. ഇതൊക്കെയല്ലേ ആദ്യം ഇവറ്റുകൾക്ക് മര്യാദയ്ക്ക് മലയാള ഭാഷ സംസാരിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. 2 അടി പറ്റിക്കുകയാണ് വേണ്ടത്. നീ മൂക്കൂത്തി കയറി പിടിച്ച് വേറൊന്നും കിട്ടിയില്ല. എടാ ചൂടുവെള്ളത്തിൽ കുളിക്കാമോടാ കൊച്ചലവലാതി. ഇവനെയൊക്കെ ഉണ്ടല്ലോ, അവന്റെയൊക്കെ ഒരു തൊപ്പിയും കുറെ കോപ്രായ കോണാനും ഇതുമൊക്കെ ഉടുത്തോണ്ട് വന്നിരുന്നിട്ടുണ്ട്. ഇല്ലാത്ത കൊരയും ഇല്ലാത്ത വളിയുമാണ്. അടിച്ച് 6 പേര് ചവിട്ടി പൊളന്നങ്ങ് വിട്ടുകൊടുക്കണം. അല്ലാതെ എന്തുവാ? വളയിടുന്നത് ഹറാമ്, മൂക്കിടുന്നത് ഹറാമ്, കാത് കുത്തുന്ന ഹറാമ്. ഇതാ ഒന്നും കുത്തുന്നത് ഹറാമല്ലടാ, സുനാ മുറിക്കുന്നതാണ് ഏറ്റവും വലിയ ഹറാമ്. കൊച്ചുമക്കളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ സുനാ പിടിച്ചു വെച്ച് മുറിക്കുന്നതാണ് ഏറ്റവും വലിയ ഹറാമ്. ഞാൻ ഗണത്തിലാണെങ്കിൽ കാത് കുത്തുന്നതും ഹറാമ് തന്നെയാണ്. ശരിയായ നടപടിയല്ല. കൊച്ചുങ്ങളുടെ പെർമിഷനില്ലാതെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ മൂക്ക് കുത്തുന്ന പൊടിമക്കളാരും മൂക്ക് കുത്തല്ല. വളർന്ന ശേഷം പിള്ളേർക്ക് ഭ്രാന്ത് കയറുമ്പോൾ അവർക്ക് തോന്നുമ്പോൾ ശരി ഇത് ഓക്കെയാണ് എന്ന് തോന്നുമ്പോൾ എല്ലാവരും കുത്തുന്ന കാണുമ്പോൾ എല്ലാവരും മൂക്ക് കുത്തും, ചിലർ മേക്കാത് കുത്തും. ഇവര് പണ്ടത്തെ കാലത്ത് എന്റെ ഉമ്മച്ചിമ്മയുടെ കാര്യം പറയണമെങ്കിൽ ഇവിടുന്ന് അറ്റം വരെ കുത്തി 25 കമ്മലെങ്കിലും കാതിലുണ്ടായിരുന്നു. അതൊക്കെ എന്തിനായിരുന്നു അങ്ങനെ? എത്രയേ കാലം പണ്ടത്തെ ഏത് മുത്തശ്ശിമാരെ എടുത്ത് നോക്കിയാലും അവരൊക്കെ 12, 22 കുത്തിക്കൊണ്ട് നടക്കുന്നതാണ്. അന്നൊന്നും ഈ കുത്തുപുസ്തകം ഇല്ലേടേ, അന്നൊന്നും ഈ പ്രശ്നം ഇല്ലേടേ. മിക്കവാറും ഒരു മറക്കാറില്ല, തലയിലാണ് തട്ട ഇടുക. തല തട്ട ഇട്ടുകൊണ്ട് നടക്കും. ആ ഷാൾ ചിലപ്പോൾ വീണാലായി, വീണില്ലെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല. നിർബന്ധങ്ങൾ പാടില്ല എന്ന് പഠിപ്പിച്ചതാണ്. വാസ്തവത്തിൽ ഈ കൊണാഫിക്കേഷൻ കൊണ്ടുവന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കുത്തിക്കേറിയത് തന്നെ തെറ്റാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമുക്ക് ഉണ്ടായിരുന്ന ആ പാരമ്പര്യം ആ രീതിയിൽ അങ്ങ് പോയാൽ മതിയായിരുന്നു. ഹിന്ദു മതത്തിലുള്ള ജാതീയ വർഗീയത കൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ ഈ പന്നികൾ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഗതികളിലേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നു. അല്ലെങ്കിൽ ഈ പട്ടി മതത്തിന് പട്ടി വിലയുണ്ടായിരുന്നല്ലോ. ഇത്രത്തോളം തീവ്രത യോമാര കയ്യിൽ ഉണ്ടെന്ന് അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ബെറ്റർ മറ്റതല്ലേ. എന്തെല്ലാം സ്വാതന്ത്ര്യങ്ങളാണ്. ഒരു പ്രശ്നവും ഇല്ല. പള്ളിയിൽ പോകണമെന്നില്ല, 5 നേരം നമസ്കരിക്കണമെന്നില്ല, വേണമെങ്കിൽ പ്രാർത്ഥിച്ചാൽ മതി. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ വിവേചനം. ആ വിവേചനം ഒഴിച്ചാൽ അതിപ്പോ യുവന്മാർക്കിടയിലും ഉണ്ട്. ഇവന്മാർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റേ അഹമ്മദിയരെ ഇവര് മനുഷ്യരായിട്ട് പോലും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഒസാക്കൂട്ടർക്ക് കല്യാണം കൊടുക്കൂല. മേൽജാതി താഴ്ജാതി എന്ന് ഇവർക്കിടയിലും ഉണ്ട്. പക്ഷെ അത് വെളിയിൽ വരത്തില്ല. അതായത് ഷാബി, അനബി, മത്തലബി, മുസ്തലബി, മസ്ലബി എന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ട്. രാവുത്തർ, എനിക്കറിയാൻ പാടില്ല. അപ്പം കാറ്റഗറൈസേഷൻ തിരിച്ച് മരക്കാരാണ് ഏറ്റവും നല്ല ജാതി എന്നൊക്കെ ഇവർ പറയുമെങ്കിലും ഈ നമ്മുടെ തിരുവനന്തപുരം സൈഡിലൊക്കെ ഈ കടപ്പുറ സൈഡിലുള്ളവർക്ക് അവരെ വേറൊരു പേരാ പറയാ, വടുവർ എന്ന് പറയാം. അവർക്കൊന്നും പെണ്ണു കൊടുക്കരുത് എന്നൊക്കെയാണ് കുറച്ച് ഇങ്ങോട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒരു വർത്തമാനം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇത് പറയണല്ലോ. ക്രൈം സീൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമുക്കിതിന്റെ ഒന്നും ഇൻഡെപ്ത് കാര്യങ്ങൾ താല്പര്യവുമില്ല, അന്വേഷിക്കാനും പോയിട്ടില്ല. എനിവേ, അപ്പോ പുള്ളി പറഞ്ഞതിൽ തന്നെയുണ്ട് പുള്ളിയുടെ ആ കളവ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ഒരു കുന്തോ എഴുതിയൊന്നും വെച്ചിട്ടില്ല. ഇവന്മാർ ഇതനുസരിച്ചിട്ട് ഓരോരോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. കുഞ്ഞുങ്ങളുടെ സുനാ പിടിച്ചു വെച്ച് അവരുടെ സമ്മതമില്ലാതെ മുറിക്കുന്ന രീതിയുണ്ട്. അതാണ് ഏറ്റവും വലിയ ഹറാമായ സാധനം. അതല്ലാതെ മൂക്ക് കുത്തിയെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആവുമെന്ന് എന്നിട്ട് പറയണ ഔറത്ത് മുഖത്താണെന്ന്. എടാ പഞ്ഞ ഡാഷ്മോനെ,
ഇവൻ നേരെ ചെവ്വേ ഖുറാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഔറത്ത് എവിടെയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഔറത്തെന്ന് പോലും അറിയത്തില്ല. മാറു മറയ്ക്കും, അത്യാവശ്യം ചുനായി മറയ്ക്കും, അത്ര തന്നെ. അതിനപ്പുറം ഔറത്ത് മുഖത്താണെന്ന് പറയുന്നത് ഒരു പുതിയതാണ്. കണ്ണുകൾ കൊണ്ട് മറയ്ക്കപ്പെടണം, കണ്ണുകൾ മറയ്ക്കപ്പെടണം എന്നാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ആരുടെ കണ്ണെന്നറിയാം? പെണ്ണിന്റെ അല്ല, ആണിന്റെ കണ്ണ്. അന്യ സ്ത്രീകളെ നോക്കി സ്വയം ഭോഗിക്കാനോ അല്ലെങ്കിൽ അതുപോലെ ഗതഭോഗത്തിനോ ഒന്നും പ്ലാൻ ചെയ്യരുതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സവാദ് മതത്തിലേ പാടില്ല. ഇപ്പൊ ബലാത്സംഗിയില്ലേ, പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഇരുന്നുകൊണ്ട് വാണം അടിച്ചവൻ, അവനൊന്നും ഇരിക്കാനേ പാടില്ല. അവൻ ആണ് ആദ്യം മതത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത്. അതവർ ചെയ്യത്തില്ല. പകരം മസ്താനിക്കെതിരെ യുദ്ധവും കൊണ്ട് നടക്കുകയാണ്. എനിവേ, ആ വിഷയം വേറൊരു സബ്ജക്റ്റാണ്. അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഈ പ്രാന്തന്മാരെ പിടിച്ച് വല്ല പൊട്ടക്കിണറ്റിൽ ഇട്ടിച്ചിട്ട് മണ്ണെണ്ണയും ഒഴിച്ചൊക്കെ കത്തിച്ചു കൊടുക്കാമെങ്കിൽ ശുഭം ശുഭം ശുഭം. പകുതിയിലേറെ ഈ മതത്തിനെ ആളുകൾ വെറുക്കുന്നതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ കുറെ കോയാമാരുണ്ട്. അയ്യോ, കളഫാക്കൂട്ട് സേട്ടന്മാർ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങ് തെറി വിളിയാ. എടാ, തെറി വിളിച്ച് ജയിക്കാനാണെങ്കിൽ ഞാൻ റെഡിയാണ്ട. നമുക്കൊരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് കുത്തിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കാം. മുറിയണ്ടി പടകളോട് എനിക്ക് പറയാനുള്ള എന്താണെന്നറിയാമോ? ഷെഫീന അഡ്രസ് ഉൾപ്പെടെ പേരുൾപ്പെടെ വെച്ചിട്ടാണ് പറയുന്നത്. അഡ്രസ്സും പേരും ഇല്ലാത്ത ചെറ്റകൾ അപ്പുറത്ത് നിന്നുകൊണ്ട് പല കോപ്രായം പറയും. ഇനി അഡ്രസ് ഉള്ളവന്മാർ വന്ന് പറഞ്ഞാൽ ഷെഫീനക്ക് അധികം നേരം വേണ്ട, വീട് വരെ എത്തി നിന്റെ വീട്ടിലുള്ളവരെ പച്ചയ്ക്ക് അവിടെ വന്ന് പറയാം. പോയിന്റ് പിടി കിട്ടിയില്ലേ? അപ്പൊ കൂടുതൽ കൊണവധികാരം കൊണ്ട് ഇങ്ങോട്ട് തള്ളാനായിട്ട് നിൽക്കണ്ട. വെറുതെ എന്റെ വായേന്ന് കേട്ടി പിടിച്ച് വാങ്ങി പിടിച്ചുകൊണ്ട് പോകും. ഇത് ഓരോരുത്തവന്മാരായിട്ടിരുന്ന് പോക്കൃത്തരം പറയുമ്പോൾ നിങ്ങൾ വിലക്കേണ്ടത് ഇത് എടുത്ത് ക്രിറ്റിസിസം ചെയ്യുന്നവരെയല്ല, പറയുന്നവന്മാരെയാണ്. ഇയാൾ പറഞ്ഞത് പച്ച അപരാധമാണെന്ന് പറഞ്ഞില്ലേ, അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മറ്റൊരാൾ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നില്ലേ. ഞാനാണോ കുഴപ്പം, അവന്മാരാണോ കുഴപ്പം? ചിന്തിക്കുക, ചിന്തിച്ച ശേഷം തിരിച്ചു പറയുക. ശത്രുതാപരമായി വിമർശിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ മതത്തിനെ ആളുകൾ വെറുക്കാനും നിങ്ങളുടെ മതത്തിൽ നിന്ന് ആളുകൾ പോകാനും തയ്യാറാകുന്നതിന്റെ റീസൺ വളരുന്നുണ്ടെന്നൊക്കെ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നെറ്റിൽ അടിച്ചു നോക്കാൻ അറിയാൻ ശരിയാണ്, ഭയങ്കരമായിട്ട് വളരുന്നുണ്ട്. അതേപോലെ 100,000 ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 100,000 ഈക്വൽ ഷെയർ താഴോട്ടും പോകുന്നുണ്ട്, ഇറങ്ങിയും പോകുന്നുണ്ട്. അതും കൂടെ മനസ്സിലാക്കുക. ഇല്ല, ഇപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഫീലിങ്സ് ഒന്നും വരാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. നമുക്ക് ഇപ്പൊ നിർബന്ധമില്ല. നിങ്ങൾ മതം വേണ്ടേ എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. മനുഷ്യന് സ്വയബോധമുണ്ടെങ്കിൽ അല്പമെങ്കിലും ശാസ്ത്രബോധം തലയിൽ കയറിയ ഒരാൾ പോലും ഈ കൊതവും കൊണ്ട് നിൽക്കത്തേയില്ല എന്നുള്ളതാണ് വസ്തുത. എനിവേ, കൺക്ലൂഡഡ്. താങ്ക് യു സോ മച്ച്.